അപ്പൊ എന്തായാലും അതെ നമ്മുടെ ലൊക്കേഷനിലെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറ. അതെ ലൊക്കേഷനിൽ എങ്ങനെയുണ്ടായിരുന്നു? ഇവരെ വഴക്ക് പറയോ? വിനയനങ്ങൾ ഡയറക്ടർ ഇവളെ എപ്പോഴും ഒന്ന് വയറിനകത്ത് തിരിച്ചിട്ട് ആ ബോൾ എനിക്ക് വയറ് എന്റെ നാളെ കെടുത്തി. അതെ ഞാൻ ഗായത്രി ചേച്ചിക്ക് എപ്പോഴും ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. അത് ഒളിപ്പിക്കുന്ന സ്ഥലം എനിക്ക് പറയാൻ പറ്റത്തില്ല, ചോദിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതെ അതെ ചോദിക്കണം. രഹസ്യങ്ങളൊക്കെ ഭയങ്കര സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. എന്റെ എന്ത് ഗിഫ്റ്റാ കൊടുക്കണേന്ന് പണം വരച്ചു കൊടുക്കും. അതിനെ ഒളിപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ട്, അതേ പറയുന്നില്ല. ഇപ്പൊ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞില്ലേ? അതൊക്കെ ഇപ്പൊ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ടോ? നല്ല കൂട്ടാണോ? ആ നല്ല വിളിക്കാറുണ്ട്. ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ട്. പറയുന്നേ രഹസ്യമായിട്ടിരിക്കട്ടെ അല്ലേ? അതെ അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ആണോ? വേറെ ലൊക്കേഷനില് ശ്രുതി ആന്റി ഒക്കെ ഉണ്ടായില്ല, അവരുടെ ഒക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കിച്ചു അങ്കിള് അടിപൊളിയാ. കിച്ചൺ എപ്പോഴും എനിക്ക് ഡയറി മിൽക്ക് ഒക്കെ മേടിച്ചോണ്ട് വരും. ശരിക്കും ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലൊക്കേഷൻ എന്ന് വെച്ചാലേ ഒരു ഫാമിലി പോലെ ആയിരുന്നു. കാരണം ഒരു വീടിനകത്ത് ഇറങ്ങുന്ന സംഭവം ഉള്ളത്. തയ്യൽ മെഷീൻ എന്ന് വെച്ചാൽ എപ്പോഴും വീട്ടിനകത്ത് തന്നെ കാണുന്നത്. അപ്പൊ വീട്ടിലെ ഫാമിലി ഫുൾ ക്രൂവും നമ്മൾ ഫുൾ ടൈം അവിടെ തന്നെയാണ്. അതിന്റെ പരിസരത്തിന് നമ്മൾ റൂമൊക്കെ എടുത്ത് വെച്ച്. ഇപ്പൊ കിച്ചു ഒക്കെ ആണെങ്കിലും ഇന്റർവൽ ടൈം എന്ന് പറഞ്ഞ സമയമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ഈ പിള്ളേരായിട്ട് തന്നെ ഫുള്ള് ചെലവഴിച്ചുകൊണ്ടെന്ന് വെച്ചാൽ കിച്ചു എപ്പോഴും ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഡയറി മിൽക്ക് മേടിക്കാൻ വേണ്ടി പോലും കിച്ചുവിൻ്റെ ഒരു കൂട്ടുകാരുണ്ട് സൂവി, ഫുൾ ടൈം ഇങ്ങനെ ബാഗ് കണക്കിന് ഡയറി മിൽക്ക് പിള്ളേർക്ക് കൊടുത്ത് പാട്ടൊക്കെ പാടി അല്ലേ? അടിപൊളിയായിട്ടായിരുന്നു ലൊക്കേഷൻ പോയത്. ഈ ഡ്രസ് എവിടെ കിട്ടിയ എനിക്കത്? ഇവളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവൾക്ക് കിട്ടുന്ന ഒരു 90% ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ഓരോ വലിയ ബൊട്ടീക്കൊക്കെ ഉണ്ടാവും. പിന്നെ ചാനലൊക്കെ അവർക്ക് എടുത്തിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഇട്ട് ആള് കൊളാബിന്റെ പര്യായം എന്ന് പറഞ്ഞ ഇവിടെ. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ എല്ലാം പിന്നെ അതെ ഇവളൊക്കെ ഒരു പോസ്റ്റ് ഇട്ടതിന് ഭയങ്കര റീച്ചാണ്. ഞാന് വിളിച്ച് ചോദിക്കും അമ്മേനത്, ചേച്ചി ഒന്നും നമ്മുടെ പോസ്റ്റും കൂടി കൊളാബ് ചെയ്യുമോന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മൾ റീച്ച് കയറ്റുന്നത്. സവാള അല്ലേ സവാരി. ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എല്ലാരും കാണണമെന്ന് പറയും. പടം വിജയമായിട്ടായിരുന്നു. ഞാൻ ഇവളുടെ അടുത്ത് ചോദിച്ചേ, എടീ നീ നമ്മുടെ ചാനലിൽ ഏതൊക്കെ പരിപാടിയാണ് അവതരിപ്പിച്ചെന്ന് വെച്ചു. അതൊന്നും എനിക്കറിയില്ല. ഫ്ലവേഴ്സ്, മനോരമ, കുട്ടിപ്പട്ടാള. ഞാൻ വെച്ചാൽ പരിപാടിയുടെ പേരറിയില്ലേ? അന്ന് എനിക്ക് 2.5 വയസ്സില്ലല്ലോ, ഞാൻ എങ്ങനെ അറിയാലോ അത്. അപ്പൊ ഇതൊന്നും ചോദിക്കാണ്ട് ആശാട്ടി വന്നേക്കണത്. എന്റെ ആദ്യത്തെ സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എന്ത് സിനിമയാണ്? ഹൊറർ. അതിന്റെ പേരെന്താ? എന്റെ ആര്യമോൾ. സിനിമയുടെ പേരെന്താ? തയ്യൽ മെഷീൻ. ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ? കിച്ചു ടെലസ്, ഗായത്രി സുരേഷ്, ഞാന്, പിന്നെ എല്ലാവരും. മനോരഞ്ജൻ പറയും. കാരണം ഇവളായിട്ടുള്ള കോമ്പിനേഷൻ തീരുന്ന എന്ന് വെച്ചാ അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് കിച്ചുവിനെ എടുത്തു കൊടുക്കുന്നത്. അന്ന് ഇവര് വന്നിട്ടില്ല, അന്ന് മൂപ്പര് ഇവിടെ തന്നെ ഉള്ളൂ. അപ്പൊ മൂപ്പര് പോയി കഴിഞ്ഞിട്ടാണ് അവരെല്ലാം വന്നത്. അതുകൊണ്ട് കോമ്പിനേഷൻ തീരുന്ന ഉണ്ടായിരുന്നില്ല. മറ്റേ മോളെ കണ്ടിട്ടുണ്ട്, ജുവലിനെ കണ്ടിട്ടുണ്ട്. ജുവലിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓഗസ്റ്റില് സിനിമ റിലീസ് ആവുകയാണ്. അല്ല, നിങ്ങൾ കുറെ പേരുടെ ഒരു കൂട്ടായ സിനിമയാണ്. അപ്പൊ എന്തായാലും അത് പ്രേക്ഷകർ സ്വീകരിക്കട്ടെ.
സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കരിയറിലേക്കുള്ള ഒരു എന്താ പറയുക ഒരു ചുവടുവെപ്പാവട്ടെ. പിന്നെ ഞങ്ങളെ ഈ ചെറിയൊരു സിനിമയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചതിന് പ്രത്യേകം നന്ദി ഉണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പൊ ഇനി ഇതുപോലത്തെ പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.